പക്ഷേ ഒരുമിച്ച് കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടക്കുമോ ഇല്ലയോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം. കൊണ്ടുവന്നിടുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫിഷസിനെ അറ്റാക്ക് ചെയ്താൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി പോകും. ഒരു സഡനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഭയങ്കര മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇതിൻ്റെ ഒരു കുഞ്ഞ് സൈസിനെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് അരാപ്പയമേ മേടിക്കാൻ പറയുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ ഫ്ലവർ ഹോൾ. നമ്മളെ ഗാറ് ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലോട്ട് ഞാൻ വണ്ടി കയറ്റാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലോട്ട് നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഒരു ഇടിവുണ്ട് അവിടെ. കാരണം അല്ലെങ്കിൽ ഫ്രണ്ട് കയറി തട്ട്, ഫ്രണ്ട് ബമ്പർ ഓൾറെഡി ഇപ്പോൾ ഇടിച്ച് റെഡിയായി. ഓക്കെ, നിധി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് പർച്ചേസിന് പോയി. പർച്ചേസ് അല്ലാണ്ട് നമ്മളിന്ന് കുറച്ചധികം സ്ഥലത്ത് പോയത് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വണ്ടി നിന്ന് ഇറങ്ങട്ടെ. നമ്മൾ വീട്ടിലോട്ട് എത്തി കേട്ടോ. വീട്ടിലോട്ട് കയറി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹൈറ്റിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ കല്ലിൻ്റെ മണ്ടിലാണ് നിൽക്കുന്നത്. കാർത്തവും വന്നു, നിധിയും നിൽക്കുന്നു. തൊട്ട് ബാക്കിൽ നിൽക്കണം നോക്കിയാൽ നമ്മുടെ ചക്കുപൂച്ചയും കുട്ടികളുമാണ് കേട്ടോ. കുട്ടികൾ ഒരാളല്ലേ ഉള്ളൂ. മറ്റേ ആളാ കാറിൻ്റെ അടിയില്ല. അടിപൊളി. അപ്പോൾ വാ നമുക്ക് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിലോട്ട് എത്തി. ആക്ച്വലി കാർത്തൂന്ന് അറിഞ്ഞൂടെ നമ്മൾ എന്താ മേടിച്ചിട്ടുണ്ടെന്ന്. ഞാനും നിധിയായിട്ട് പോയിട്ടോ. ഞാനും നിധിയുമായിട്ട് ആക്ച്വലി ഇന്ന് ഹീര കോളേജ് നമ്മളൊരു ഫെസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോയതായിരുന്നു. അവിടെ എല്ലാം പോയി നമ്മൾ അറ്റൻഡ് ചെയ്ത് നേരെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലത്ത് നമ്മളൊരു സാധനത്തിനെ കണ്ടു. ആ സാധനം നമ്മളടുത്ത് ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സാധനമായിരുന്നു. അത് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും ആഡ് ചെയ്തേക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത ഫുൾ വീഡിയോ കാണുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കാണാൻ പറ്റുള്ളൂ. കണ്ടിട്ട് പറയാം ആൾ കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാം. എന്നാൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. കാരണം ആ ആളെ ഞാൻ ഇതുവരെ എടുത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ കാർത്തൂനോട് ചോദിച്ചു നോക്കാം. കാർത്തു പുതിയ മുടിശൈലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ പോയി മുടിയൊക്കെ വെട്ടി. ഓക്കെ കാർത്തു, എങ്ങോട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്തത്? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? എങ്ങോട്ടായിരിക്കും? ഫിഷാണ്. ഏത് ടാങ്കിലോട്ടാണെന്ന്? നീല ടാങ്കാ? നമുക്ക് ഇപ്പോൾ 3 നീല ടാങ്ക് ഉണ്ടടാ. യെസ്. അപ്പോൾ എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് കാണുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരും. അവിടെ കുറേ വിഷ്വലൊക്കെ കാണിച്ചു തന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കിഡിലെ അരാപ്പയ്മ, ഭയങ്കര അഗ്വേഷനുള്ള ഒരു അരാപ്പയ്മ കിടപ്പുണ്ടായിരുന്നു. അതെ, ലക്കി നിധിയായിട്ട് രാവിലെ തന്നെ അടി. ലക്കിയുടെ അടി കാണാൻ വേണ്ടി ഇവിടെ വേറൊരാളും. ഓക്കെ, അപ്പോൾ നിധിയും ഞാനുമായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഹീര കോളേജിൽ പോവുകയാണ്. അത് എന്തിനാണെന്നുള്ളത് അവിടെ എത്തിയ ഡീറ്റെയിൽ കാണിച്ചു തരാം. മിക്കവാറും ഇന്നത്തെ വീഡിയോ ഒരു കാർ എന്തൂസിയസ്റ്റ് അല്ലെങ്കിൽ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും മിക്കവാറും ഇന്ന് കേട്ടോ. നല്ല നല്ല ഷോട്ടുകളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചു, അങ്ങോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും നിധിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്. സമയം വന്നിട്ട് 11:30 കേട്ടോ. 10 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അത് നമ്മൾ ആ പയ്യൻ്റെ കയ്യിൽ ഒരു താറാവ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹീര കോളേജ്. നമ്മൾ ഹീര കോളേജ് എത്തിയ കേട്ടോ. നല്ല തിരക്കുണ്ട്. വണ്ടി നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. അത് കൊള്ളാല്ലേ, അവിടെ റോബോ നിൽപ്പുണ്ട്. നമുക്ക് പോയി നോക്കണം കേട്ടോ. ബൈക്സ് നോക്കിക്കേ, എത്ര എണ്ണമായിരുന്നു ഇറക്കുന്നതെന്ന്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാൽ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. നമ്മളെ മോഡിഫൈഡ് കാറുകൾ വന്നതാണ് കേട്ടോ. ഇത് പോയി നോക്കി നോക്കാം. They wanna say my name, but they hold it back. They wanna say they hate, but they know it's cap. I ain't playing no games. I just do that's fact, and I don't feel no shame. It's a bunch of act, I go crazy. I ain't crazy. I was on the street, see the track, all the shit that I've been crazy. About to unpack all the shit I've been chasing. Got big dreams in my head, like memories after death. To be a legend. ഇതാണ് നമ്മുടെ വേടന്റെ പരിപാടി. ഇന്ന് ഇവിടെ വെച്ചാണ്. ഭയങ്കര പരിപാടിയാണ്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind. ഭയങ്കര വിഷയമായല്ലോ.
അതങ്ങനെ തന്നെയാണ്. കോളേജ് മാനേജ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എക്സ്പോ ഫുള്ളായിട്ട് മുടക്കും. അതെ, അവിടെ ഒരു വണ്ടി റിവീലിംഗ് നടക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. ഒരു RC ഡ്രോണാണ് ഇതുകൊണ്ടാ പോകുന്നത്. പക്ഷെ നമുക്ക് കണ്ണിൽ പോലും കാണാൻ പറ്റത്തില്ല. ഓട്ടോ എക്സ്പോയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വണ്ടികൾ കംപ്ലീറ്റ് കോളേജിന്റെ കാമ്പൗണ്ട് വിട്ടു പോകും. They wanna say my name, but they holding back. They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these things I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. അപ്പോൾ ദേ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ നിറച്ചും ബൈക്കുകളാണ്. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ ഈ കോളേജ് മാനേജ്മെൻറ്റ് സമ്മതിക്കും. ആദ്യം കുറച്ച് നേരം കഴിയുമ്പോൾ അവരെ മൂഡ് മാറും, അവർ സമ്മതിക്കൂല, വഴക്കുണ്ടാവും. ആസ് യൂഷ്വൽ അത് നടന്നു. ഇപ്പോൾ ഏതൊരു പയ്യൻ അവിടെ നിന്ന് ഡ്രിഫ്റ്റ് അടിച്ചു, മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല, അവർ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പിള്ളേരും ആൾക്കാരൊക്കെ ഇത്രയും നമ്മൾ കാണാൻ വേണ്ടി ആൾക്കാർ വന്നില്ല. അപ്പോൾ ഒരു സഡനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഭയങ്കര മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിവിടെ വന്നപ്പോൾ ആക്ച്വലി എനിക്കൊരു നൊസ്റ്റ വന്നതെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഇതേപോലെ എക്സ്പോയ്ക്ക് പോകുമായിരുന്നു, ഓട്ടോ ഷോയ്ക്ക് പോകുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, 2 ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ക്ലബ് മോട്ടോ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് അതിൻ്റെ ടോപ്പായിരുന്നു. രണ്ടാമത്തെ നമുക്കൊരു പൾസർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് പൾസർ ക്ലബ്ബിൽ ഏകദേശം ഒരു 10-200 അംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പർച്ചേസ് ചെയ്ത് നമുക്ക് നേരെ വീട്ടിലെത്തണം. വീട്ടിലെത്തി നേരെ അവരെ റിലീസ് ചെയ്യണം. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കടയിൽ എത്തിയിട്ട് വേണം. ഓക്കെ, നമ്മൾ ഷോപ്പിലോട്ട് എത്തി. ആക്ച്വലി നമ്മൾ നേരത്തെ വന്നപ്പോൾ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. നമ്മളൊന്ന് പോയി കറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഷോപ്പ് ഓപ്പണായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇറങ്ങി നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം, പറ്റുന്നതൊക്കെ നമുക്ക് മേടിക്കാം. ഓക്കെ, വണ്ടി നമ്മളിവിടെ ഇട്ടു കേട്ടോ. അതെ, ഇതാണ് ഷോപ്പ്. ഓക്കെ, കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസം മുന്നേ ആണ്, 6 മാസം 1 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തരാൻ വേണ്ടിയിട്ട് ഒരു ഓസ്കാർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്നേ കണ്ടു തുടങ്ങാം. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ, അപ്പുറ സൈഡും ഇപ്പുറ സൈഡും എല്ലാം ആയിട്ട്. അതെ, ഇവിടുന്നേ കണ്ടു തുടങ്ങാം. ഓസ്കാർ കിടപ്പുണ്ട്, നമ്മളെ കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. ഇവിടെയും കോഴിക്കാർപ്പാണ് കേട്ടോ. ബ്ലാക്ക് മോറ അല്ലേ? അതെ അതെ, ബ്ലാക്ക് മോറ. ഇത് വന്നിട്ട് കോഴിക്കാർപ്പാണ്. വീണ്ടും ഗോൾഡ് ഫിഷ് അല്ല, ഇത് ഒറാൻഡിയാണോ? ഇവിടെ വന്നിട്ട് നമ്മളെ ഏഞ്ചൽസ് കൊള്ളാം കേട്ടോ. നൈസ്. അപ്പോൾ നിധി എന്തോ എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ട്. എന്തോ നിധി? ഒരു നമ്മളെ ഇതിനെങ്കാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഒരു നൈസ് സൈസ് ജാറ് കേട്ടോ. ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മളൊന്ന് ഓസ്കാറിന് എടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്, കണ്ടിലേക്ക് കണ്ടു പോകാം കേട്ടോ. ഈ സെക്ഷൻ മൊത്തം കോഴിക്കാർപ്പുള്ള വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുമോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ കബൂത്തോ കിടപ്പുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളെ ഏഞ്ചൽസിൻ്റെ ബ്ലാക്ക് കിടക്കുന്നു. ഒരു അരോണ നൈസ് സൈസ് കേട്ടോ. ഇത് വന്നിട്ടൊരു 3 ഫീറ്റ് അടുപ്പിച്ചുണ്ട് കേട്ടോ. ഓ, ഇത് നൈസ് കേട്ടോ. നമ്മളെ വലിയ സൈസ് കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. അല്ല, അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്ത് നിധി എന്തോ കണ്ടിട്ടുണ്ട്, എന്തോ തപ്പിക്കൊണ്ടിരിക്കുക. പൂച്ചയാട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ കോക്കൂസ്. ഭയങ്കര സംസാരമാണല്ലോ. അത് കൊള്ളാം കേട്ടോ. ഇവിടെ സെനഗിലൊന്ന് കിടപ്പുണ്ട്. ഫുഡ് കൊടുത്താലാവും ഇപ്പോൾ എടുക്കുമോ? ടാങ്കിലോട്ട് പറ്റിയ സൈസ്. അരായപ്പായ്മ. ഇവൻ നമ്മുടെ ടാങ്കിലോട്ട് പറ്റിയ സൈസാണ്, പക്ഷേ ഇതിൻ്റെ റേറ്റ് നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കില്ല. ഫീഡ് കൊടുത്തു നോക്കട്ടെ എടുക്കുമെന്ന്. ആ ലൈവ് തന്നെയല്ലേ എടുക്കുന്നത്? ഒരനക്കവും ഇല്ല. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇവനെ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. താഴെ ഒരാൾ കിടപ്പുണ്ട്. നീ ആളെ കണ്ടായിരുന്നോ? ഇതിൻ്റെ ഒരു കുഞ്ഞ് സൈസിനെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കിളിക്കൂടിലേക്ക് ഇതിൻ്റെ ഗ്രീനാണ് നമ്മൾ നോക്കുന്നത്. കിടക്കുന്നുണ്ടോ? എന്ത് രസമാണ് കിടക്കുന്നത്. കണ്ണൊക്കെ നോക്കിക്കേ, നൈസായിട്ടോ.
അയ്യോ കയറി മുകളിൽ വന്നാ. അരാപ്പയ്മ നല്ല സൈസാണ്. നമ്മുടെ ചാനൽ ഒരുപാട് പേര് അരാപ്പയ്മ മേടിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ആ വലിയൊരു ടാങ്ക് ഒന്ന് കേട്ടത് കേട്ടോ. നമ്മൾ ആ കുഞ്ഞ് ടാങ്ക് മാറ്റി വലിയ ടാങ്കിലോട്ട് ആക്കുമ്പോൾ നമുക്ക് അരാപ്പയ്മ എടുക്കാം. ഓക്കെ, അകത്തോട്ട് കയറുമ്പം ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത് നമ്മളെ കോഴിക്കാർപ്പാണ്. കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ ഫ്ലവർ ഹോൾ. നമ്മുടെ ടാങ്കിനകത്തുള്ള ആ സൈസിന് സെയിം സൈസാണ് കേട്ടോ, ഒരനക്കമില്ല അവൻ്റെ ഇത്. നമ്മുടെ ടാങ്കിലോട്ട് മേടിച്ചിട്ട സെയിം സാധനം ആപ്പിൾ സ്നെയിൽ ഏഞ്ചൽസും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവനെ വേണോ വേണ്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇവൻ നമ്മുടെ ടാങ്കിലോട്ട് കറക്റ്റായിരിക്കും. പീക്കോക്കും ഒന്നും ചെയ്യത്തില്ല, ഇവൻ മറ്റുള്ളവരൊന്നും ചെയ്യില്ല. ഒരു മീഡിയം സൈസാണ്. ഞാൻ എൻ്റെ ഹെഡൊക്കെ നോക്കിക്കേ, കൊള്ളാമല്ലേ. ഇവരിൽ കുറച്ച് ആൾക്കാരെ നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാരെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നീ വേണം തിരഞ്ഞെടുക്കാൻ. കളർ നോക്കിക്കേ. ഇത് ഏത് ടാങ്കിൽ നിന്നോ? ഇത് ഏത് ടാങ്കിലിടാം നമുക്ക്? ഓക്കെ, കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത്. അല്ലേ, നമ്മൾ അവിടുന്ന് മാറിയപ്പോൾ അവ അവിടുന്ന് അനങ്ങിയതുണ്ടോ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ചേട്ടാ, നിധി ഇവന്മാരെ നോക്കി സെലക്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നോക്കി ഇങ്ങനെ എൻ്റെ തല തട്ടും. ഒപ്പം ഒരു പ്രശ്നമാണ് ചില സമയത്ത്. അപ്പോൾ അതെ, ഇതിൽ നമ്മൾ ആൾക്കാരെ എടുത്തോട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, കാരണം ഒരേപോലത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഒരേപോലത്തെ അല്ലാത്ത വെറൈറ്റി നമ്മൾ ആൾക്കാരെ എടുത്തു. അവിടെ നിന്ന് നേരെ അവിടെ വന്ന് ബ്ലാക്ക് എടുക്കുകയാണ് കേട്ടോ. ബ്ലാക്കിനെ നോക്കി തിരഞ്ഞെടുക്കുന്ന കഴിയുന്നു. ഇത് നിധി ആ പൂച്ചയെ കളിപ്പിച്ച് ഇതുവരെ മതിയായില്ല. ബാ പോവാം, അവരെ ഏറടിച്ചിട്ടില്ല. ബാ നമുക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ വീടെത്തിയിട്ട് കാണാം. ഓക്കെ, യെസ്. അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ നിധി കൊണ്ടുപോകാം. അപ്പോൾ കാർത്ത് എന്തായാലും ഒരു ഊഹം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നീല ടാങ്കിലോട്ടാണെന്ന്. എല്ലാവരും ആദ്യം വന്ന് പൊക്കി നോക്കുന്നത് ഡിക്കിയാണ്. ഒന്നുമില്ല. ബാ ഫ്രണ്ടില് ബാ. ഇവിടെ അല്ല, ഫ്രണ്ടില്ല, അപ്പുറത്തെ ഫ്രണ്ടിൽ. യെസ്. അപ്പോൾ കാർത്തൊരു ഏഞ്ചലിനോടൊക്കെ ഇച്ചിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ഒരു ഏഞ്ചലിന് വേണ്ടിട്ടാണ് അവിടെ ഇരുന്ന് പട്ടിക്കരച്ചിൽ കരഞ്ഞ് എടുത്തോണ്ട് പോയത്. ഓ പണ്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. ഇതെല്ലാ വീഡിയോയിലും വരും കേട്ടോ ഈ കണ്ടന്റ്. ഞാൻ പറഞ്ഞടാ ചത്തു പോവാറായടാ, ചത്തു കുഞ്ഞാ രക്ഷിക്കും കുഞ്ഞാ, അതിനെ ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ചക്കു, നമ്മുടെ കുട്ടികൾ. ചക്കുവേ, ആദ്യം തന്നെ നമുക്ക് ആൾക്കാരെ പിടിച്ച് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചറും ടാലി ആക്കാൻ വേണ്ടി ഇടാം കേട്ടോ. അവിടെ എന്തോ നെയ്യാ നമ്മളെ മുടിയാൻ, എന്തൊക്കെയോ ഉണഞ്ഞിരിക്കുക. ഇതിനെ കിടക്കണേ നോക്കിയേ, സുഖ ഉറക്കം. മുടിയനും സുഖ ഉറക്കം കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുമ്പം നമ്മളെ എലിയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല, കാരണം എലിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു പോട്ട്, ഇത് നമ്മളെ കിളിക്കൂട്ടിൽ നമ്മളെ ബേർഡ്സ് പൊട്ടിച്ചിട്ട പോട്ടാണ് കേട്ടോ, എടുത്ത് വെച്ച് കൊടുത്തു. അത് കാണണമെങ്കിൽ ഇത് ഇങ്ങനെ വരണം. രണ്ടാളും എൻ്റെ അകത്തുണ്ട്. ഇതേ രണ്ടാൾക്കാരും കണ്ടോ, അടിയിൽ കൂടെ നോക്കിയാലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെറ്റ് മാറ്റാം. ആ ഒരു ഫിൽറ്ററിൻ്റെ ആ ഒരു പുഷി ഉണ്ടോ, ഈ ഒരു ടാങ്ക് ഈ ഒരു ഫിൽറ്റർ തന്നെ കവർ ചെയ്തോളും കേട്ടോ, മാക്സിമം അഴുക്കും. ഇപ്പോൾ കണ്ടോ നമ്മുടെ ടാങ്ക് എന്ത് ക്ലീൻ ആണെന്ന്. കുറച്ച് സമയം കഴിഞ്ഞു. ഇതേ നമ്മളെ ഏഞ്ചൽസ് ഓരോന്നും ഓരോ ടൈപ്പാണ് കേട്ടോ നിധി എടുത്തേക്കുന്നത്. സെലക്ഷൻ മൊത്തം നിധിക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ എല്ലാ വെറൈറ്റീസും ഉണ്ട്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ വെറൈറ്റീസും ഉണ്ട്. നിധിയിൽ നിന്ന് എനിക്ക് വേറെ വെറൈറ്റീസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് പുതിയ ഏതെങ്കിലും ഷോപ്പുകളിൽ പോകുമ്പോൾ അത് കിട്ടിയാലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് അവരെ പൊട്ടിച്ചിടാം. നമുക്ക് വീടിനെ തൊട്ടടുത്തുള്ള കടയായതുകൊണ്ട് കുഞ്ഞ് കവറിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തേക്ക് അവരങ്ങ് ഇടുകയാണേ. ഓക്കെ, ഓ നൈസ്. മീനുകൾ അടിച്ച് ചപ്പിച്ച പോലെ ഉണ്ടല്ലേ. ഓരോരുത്തരെയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവരെയൊക്കെ കാണാൻ എന്ത് രസം നോക്കി. ഇത് നമ്മൾ സെപ്പറേറ്റ് അവിടെ നിന്ന് എടുത്തല്ലേ നിധി? ഈ ബ്ലാക്ക് എത്ര വെറൈറ്റീസ് കാണും? 1 2 3 4 വെറൈറ്റീസ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു. എനിക്ക് അതേപോലെയാണ് തോന്നിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ടാങ്ക് കെട്ടിയിട്ട് ഇതുവരേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഏഞ്ചൽസിനെ വിട്ടിട്ടില്ല കേട്ടോ. നിധി ആൾക്കാരെ എടുത്തു. ഇതേ ഒരാൾ നോക്കട്ടെ, 2 പേരെ നോക്കട്ടെ. ഓക്കെ, 2 പേരെ എടുത്തിട്ടുണ്ട്. യെസ്, ഒരാളെ വിട്ടു. ഓക്കെ, രണ്ടാമത്തെ ആളെ ഇതേ അടുത്ത ആളെ എടുക്കുക. ഇതേ 2 പേര്. ഇതൊക്കെ നൈസ് കേട്ടോ, അടിപൊളി. ഇവരൊക്കെ സൂപ്പർ ഡിസൈനും കേട്ടോ. എനിക്കിത് ഇവനെ ഇഷ്ടപ്പെട്ടു, ഇവനെ ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. അപ്പോൾ അതെ അവനെ അങ്ങ് വിടുകയാണേ.
ഓക്കെ നൈസ് നൈസ്. ഓ അടിപൊളി. ഓ അവൻ്റെ കയ്യിൽ തന്നെ നിൽക്കുക കേട്ടോ ഒരാൾ. എങ്ങോട്ട് പോട്ടെന്ന് ആയിരിക്കും. ഓക്കെ അതെ. ഓ ഇതൊരു ബ്ലാക്ക് ഇതും കൂടി ഉണ്ടല്ലേ ഇതിൽ, ഒരു ബ്ലാക്ക് ലൈനും കൂടി ഉണ്ട്. ഓക്കെ നൈസ് അടിപൊളി. അപ്പോൾ ഫൈനലായിട്ടുള്ളൊരു 3 പേരെ ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. നോക്കട്ടെ, എനിക്ക് ആദ്യം ഈ ബ്ലാക്കിനെ ഒന്ന് നോക്കട്ടെ. ഓക്കെ അതെ ബ്ലാക്ക് നോക്കാം. അവൻ്റെ ഫ്രണ്ട് ചുണ്ടിലൊക്കെ നോക്കിയൊക്കെ ഒരു കളറ്, സൂപ്പർ കളറൊക്കെ വന്നു കേട്ടോ. അല്ലേ അവനെ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. പോട്രാ. ഓ ഇത് നൈസ് അല്ലേ, കൊള്ളാം കേട്ടോ അവൻ. ആ പോട്രാ, അടിപൊളി. അവൻ പോയി. ഓക്കെ അടുത്ത ആളിന് വാ, വടാ 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 വടാ. അവന്മാർക്ക് പറ്റുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാൻ. അതെ അടുത്ത ആൾ. ഓ ഓ ഇവിടെ ഒരു ഡിസൈൻ ഇല്ല കേട്ടോ, പക്ഷേ ഇപ്പുറത്തെ ഒരു ഡിസൈൻ. പോട്രാ. ഓക്കെ നമ്മൾ ഏഞ്ചൽസ് ആക്ച്വലി ഇത്രയും വലുത് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ ഇതുവരേക്കും. എൻ്റെ കുഞ്ഞ് നമ്മൾ മേടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വലിയ പോണ്ടിലേക്ക്. അതെ അവൻ്റെ കണ്ണൊക്കെ നോക്കിക്കേ, ഒരു ഡ്യുവൽ കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനും കൂടി ഇവിടെയാണ്. പോട്രാ. ഓക്കെ അവന്തോ പോയി. അയ്യ അങ്ങനെ എല്ലാവരെയും റിലീസ് ചെയ്തു. നമ്മളെ ഏഞ്ചൽസിനെ കൊണ്ട് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. കാർത്തൂന് അറിയാമോ എന്താണ്? അതെ പാരസൈറ്റ്സിനെ മൊത്തം ഇവർ കഴിക്കും കേട്ടോ. ഏതെങ്കിലും മീനുകളെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളും. ദേ നമ്മൾ വിട്ടവന്മാർ ദേ അവിടെ ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ട് കേട്ടോ. ദൈവം പോകണവന്മാർ. ഓക്കെ ദേ 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 ദേ. ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വലിയ വലിയ ഫിഷസ് ഇനി ആഡ് ചെയ്യണം കേട്ടോ. നമുക്കെല്ലാം 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. സെനഗൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും പറയാം കേട്ടോ. കാരണം ഇതുവരെ ഞാൻ എടുത്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയാം. കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ വലിയ ടാങ്കിലോട്ട് എടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഒരുമിച്ച് കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടക്കുമോ ഇല്ലയോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം. കൊണ്ടുവന്നിടുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫിഷസിനെ അറ്റാക്ക് ചെയ്താൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി പോകും. പിന്നെ എടുത്തും പോകും, നമുക്കൊന്നും ചെയ്യാനും വേണ്ടി പറ്റത്തില്ല. ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒക്കെ വീഡിയോ എന്ത് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പാൻ ഇതിൽ നല്ല നല്ല വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ നമ്മളൊരു കുളം വരണ വഴിക്കൊരു കുളം വറ്റിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഞാൻ നോക്കിയ സമയത്ത് കുളം ഏകദേശം വറ്റി തീരാറായി. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ. പോയാൽ നല്ല നല്ല മീൻപിടുത്തമൊക്കെ അതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ വരും. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അത് ബൈ.